ഹലോ ഡിയർ ആസ്പിരൻസ്, ജോഗ്രഫിയിൽ പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ നോക്കുന്നുണ്ട്. പ്ലേസസ് ഇൻ ന്യൂസിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഏജിയൻ സി അല്ലെങ്കിൽ അഗിയൻ സി, പലരും പല രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യുക. ഏജിയൻ സി ഓർ അഗിയൻ സി എന്ന് പറയുന്ന സി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ ഈ അഗിയൻ സി അല്ലെങ്കിൽ ഏജിയൻ സി പലതവണ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടർക്കി ആൻഡ് ഗ്രീസും ടർക്കിയും തമ്മിലുള്ള അല്ലെങ്കിൽ ഗ്രീസും തുർക്കിയും തമ്മിലുള്ള ചില കോൺഫ്ലിക്റ്റുകളെ തുടർന്നാണ് ഈ അഗിയൻ സി ന്യൂസിൽ പലതവണ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താ ഇഷ്യൂ എന്ന് നമുക്കൊന്ന് നോക്കാം. ടർക്കി സേസ് ഗ്രീസ് ഹാസ് ബീൻ ബിൽഡിംഗ് എ മിലിറ്ററി പ്രസൻസ് ഇൻ Aegean Islands is the violation of treaties that guarantee the unarmed status of the Aegean Islands. അപ്പോൾ അഗിയൻ സിയിലുള്ള അഗിയൻ ഐലൻഡ്സിൽ ഗ്രീസ് മിലിറ്ററി പ്രസൻസ് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ മിലിറ്ററി ബേസുകൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതും അത് ട്രീറ്റികളുടെ, അതായത് ഗ്രീസും തുർക്കിയും തമ്മിലൊക്കെയുള്ള പഴയ ബാൾക്കൻ വാറിനൊക്കെ ശേഷമുള്ള ആ ട്രീറ്റിയുടെയൊക്കെ അതിൻ്റെ അനന്തര നടപടികളായിട്ട് വന്ന ട്രീറ്റിയുടെയൊക്കെ വയലേഷൻ ആണെന്ന് പറഞ്ഞ് ടർക്കിഷ് പ്രസിഡൻ്റൊക്കെ ഇതിനെതിരെ പ്രസ്താവനകളൊക്കെ ഇറക്കി. അതുകൊണ്ടാണ് റീസെൻ്റ്ലി ന്യൂസിൽ ഈ പറയുന്ന അഗിയൻ സി ന്യൂസിൽ വന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പം നമുക്ക് സിവിൽ സർവീസ് അടക്കമുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ഈ പറയുന്ന മെഡിറ്ററേനിയൻ സീയും ബ്ലാക്ക് സീയും അതിനെ കണക്ട് ചെയ്യുന്ന അഗിയൻ സീയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 2017 19 ഒക്കെ UPSCയും പിന്നീട് മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും ഈവൻ PSC എക്സാമിൽ പോലും കേരള PSCയിൽ പോലും ഈ ഏരിയയൊക്കെ പലതവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ ഈ ഒരു ഏരിയ മെൻഷൻ ചെയ്തതുകൊണ്ട് വീണ്ടും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും നിങ്ങൾ ഈ ഒരു ഏരിയയും ഇതിൻ്റെ അഡ്ജസൻറ്റ് ഏരിയാസും ഒക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം മാപ്പ് സ്റ്റഡീസ് എന്നുള്ള രീതിയിൽ. അതായത് ഈ മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാനായിട്ട് ഈ ഒരു ഏരിയ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. Aegean Sea is an arm of the Mediterranean Sea located between the Greek peninsula on the west and Asia Minor on the east. അപ്പോൾ നോക്കുക, മെഡിറ്ററേനിയൻ സീ, ഇതാണ് മെഡിറ്ററേനിയൻ സീ. മെഡിറ്ററേനിയൻ സീയുടെ ഒരു ആമാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന അഗിയൻ സീ എന്ന് പറയുന്നത്. അപ്പോൾ അഗിയൻ സീ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീയുടെ ഒരു ഭാഗം തന്നെയാണ്. ആൻഡ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഗ്രീക്ക് പെനിൻസുല, ഇതാണ് ഗ്രീസ് എന്ന് പറയുന്ന കൺട്രി. അപ്പോൾ ഈ ഗ്രീക്ക് പെനിൻസുലയാണ് അതിൻ്റെ വെസ്റ്റേൺ സൈഡിലുള്ളത്. ഏഷ്യ മൈനർ അല്ലെങ്കിൽ അനറ്റോളിയ, അതായത് തുർക്കിയുടെ അല്ലെങ്കിൽ ടർക്കിഷ് എംപയറിൻ്റെ പെനിൻസുലാർ റീജിയനെയാണ് ഏഷ്യ മൈനർ അല്ലെങ്കിൽ ഈ പറയുന്ന അനറ്റോളിയ എന്ന് പറയുക. അപ്പോൾ അനറ്റോളിയ അല്ലെങ്കിൽ ഏഷ്യ മൈനർ ആണ് ഇതിൻ്റെ ഈസ്റ്റേൺ സൈഡിലുള്ളത്. അതായത് ഗ്രീസിൻ്റെയും ടർക്കിയുടെയും ഇടയ്ക്ക് കിടക്കുന്ന ഈ ഒരു റീജിയനാണ് അഗിയൻ സീ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്കറിയാം മെഡിറ്ററേനിയൻ സീ ആണിത്, അതിൻ്റെ ഭാഗമാണ് അഗിയൻ സീ എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ബ്ലാക്ക് സീ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ കണക്ഷൻസ് ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദ അഗിയൻ സീ ഈസ് connected through the Strait of the Dardanelles, the Sea of Marmara and the Bosphorus Strait to the Black Sea. അപ്പം മെഡിറ്ററേനിയൻ സീയെ ബ്ലാക്ക് സീനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത്. അപ്പോൾ അവിടെ അഗിയൻ സീ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീയുടെ ഭാഗം തന്നെയാണ്, അതിൻ്റെ ഒരു ആമാണെന്ന് ഞാൻ പറഞ്ഞു. അവിടെ നിന്ന് ഡാർഡനൽസ്, ഈ ഒരു സ്ട്രെയിറ്റ് ആണ് സ്ട്രെയിറ്റ് ഓഫ് ഡാർഡനൽസ് എന്ന് പറയുക. അവിടെ നേരെ കയറിയിട്ട് സീ ഓഫ് മാർമാരയിലേക്ക് കിടന്നിട്ട് ഇവിടെ ചെറിയൊരു സ്ട്രെയിറ്റ് ഉണ്ട്, ഇതാണ് ബോസ്ഫോറസ് സ്ട്രെയിറ്റ് എന്ന് പറയുക. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് അഗിയൻ സീ, ഇപ്പുറത്ത് മെഡിറ്ററേനിയൻ ഉണ്ട്, മെഡിറ്ററേനിയൻ്റെ വിങ് തന്നെയാണ് അഗിയൻ സീ എന്ന് പറയുന്നത്. അഗിയൻ സീയിൽ നിന്ന് ഡാർഡനല്ലസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് വഴി, ഇതാണ് ആ ഏരിയ, ഈ സ്റ്റേറ്റ് വഴി സീ ഓഫ് മാർമരയിലേക്ക് കടക്കാം. അവിടെ നിന്ന് ബ്ലാക്ക് സീയെ കണക്ട് ചെയ്യാൻ ഇവിടെ ഒരു ചെറിയ സ്റ്റേറ്റ് ഉണ്ട്, അതാണ് ബോസ്ഫോറസ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അത് ബ്ലാക്ക് സീയിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ മെഡിറ്ററേനിയൻ സീയെയും ബ്ലാക്ക് സീയെയും കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ നമുക്ക് അഗിയൻ സീ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം, ഡാർഡനൽസ് എന്ന് പറയുന്ന സ്ട്രെയിറ്റ് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം, സീ ഓഫ് മാർമാര എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം, ബോസ്ഫോറസ് സ്ട്രെയിറ്റ് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതിനപ്പുറത്താണ് നമ്മുടെ ബ്ലാക്ക് സീ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കണക്റ്റിംഗ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാകുന്നു. മാപ്പ് സ്റ്റഡിയിൽ ഇത് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. UPSC അടക്കമുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനിലും മെഡിറ്ററേനിയൻ സീയും ബ്ലാക്ക് സീയും
അതായത് മെഡിറ്ററേനിയൻ സീയുടെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് 2017 ചോദ്യം വന്നിരുന്നു. 2019 മെഡിറ്ററേനിയൻ സീയെ ബേസ് ചെയ്ത് ചോദ്യം ഉണ്ടായിരുന്നു UPSCയിൽ. അതുപോലെ തന്നെ പല വർഷങ്ങളിലും ബ്ലാക്ക് സീയെ കണക്ട് ചെയ്തുകൊണ്ടും ചോദ്യമുണ്ട്. അപ്പോൾ ബ്ലാക്ക് സീയുടെ അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന കൺട്രികൾ ഏതൊക്കെയാണെന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ മാപ്പ് അറ്റ്ലസ് ഉപയോഗിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.